കഴിഞ്ഞ ദിവസം പുറത്തു വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ സംസ്ഥാനം വളരെയേറെ ചർച്ച ചെയ്ത തെറ്റായ രൂപത്തിൽ കുഴൽപ്പണ വിതരണം തെരഞ്ഞെടുപ്പ് ആവശ്യത്തിനായി കേന്ദ്ര അധികാരത്തിലിരിക്കുന്ന പാർട്ടി BJP ദുർവിനിയോഗം ചെയ്തതിൻ്റെ വ്യക്തമായ തെളിവുകളുടെ തുടരന്വേഷണം മുക്കിപ്പോയി എന്നുള്ള അനുഭവത്തിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ നാട്ടിലെ അന്വേഷണ ഏജൻസികൾ ഭരണഘടനാനുസൃതമായി പ്രവർത്തിക്കുകയാണ്. പാർലമെന്റ് പാസാക്കിയ നിയമങ്ങൾ നമ്മുടെ സമൂഹത്തിൽ സത്യസന്ധമായി പ്രാവർത്തികമാക്കുന്ന ഉത്തരവാദിത്വം ഫലപ്രദമായി നിയമ ഏജൻസികൾ നടപ്പിലാക്കുമ്പോഴാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ ഉള്ളടക്കം, അതിലുള്ള വിശ്വാസം സമൂഹത്തിലുണ്ടാകുന്നു. പകൽ പോലെ വ്യക്തമായ കാര്യങ്ങൾ അത് ഒതുക്കി തീർക്കാൻ കേന്ദ്ര ഏജൻസിയെ ഉപയോഗപ്പെടുത്തുമ്പോൾ ജനാധിപത്യ സംവിധാനത്തിലുള്ള വിശ്വാസമാണ് തകർക്കപ്പെടുന്നത്. അതിൽ തന്നെ കേന്ദ്ര ഭരണകക്ഷിയുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണെങ്കിൽ അധികാരമില്ലാത്ത രൂപത്തിൽ തങ്ങളുടെ അധികാരത്തിന്റെ വിനിയോഗം ഒരിക്കലും സത്യസന്ധമായി വിനിയോഗിക്കാത്ത തരത്തിൽ ED പെരുമാറുമ്പോൾ നാട്ടുകാർക്ക് സ്വാഭാവികമായിട്ടും സംശയം ഉണ്ടാവും. ആ സംശയം ഇത്തരം അന്വേഷണ ഏജൻസികൾ ഇന്ത്യയിൽ സംഘപരിവാറുണ്ടല്ലോ, പരിവാറിന് ഒരുപാട് കൂട്ടരുണ്ട്. ABVP, മറ്റേ BJP, 34 സംഘപരിവാർ സംഘടനകൾ നമ്മുടെ നാട്ടിലുണ്ട്. 34 സംഘപരിവാർ സംഘടനകളിൽ 35ാമതായിട്ട് ED മാറുന്നു എന്ന് സാധാരണ ജനം വിശ്വസിച്ചാൽ ആർക്കും പിന്നെ അതിന് സംശയം ഉണ്ടാവില്ല. അത് അപകടകരമായ ഒരു വീഴ്ചയാണ്, അപകടകരമായ വീഴ്ച. ആർക്കും അറിയാത്ത കാര്യമില്ല. ഇതിങ്ങനെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളുടെയും മുന്നിലേക്ക് തുറന്നു കാട്ടപ്പെട്ട സത്യങ്ങളാണ്. നമ്മുടെ കൊണ്ടുവന്ന ഗുണം പണത്തിന്റെ ഒരു ഭാഗം തട്ടിക്കൊണ്ടുപോയല്ലോ, വഴിയിൽ വെച്ചിട്ട് തട്ടിക്കൊണ്ടുപോയപ്പോ സാധാരണ ഈ തട്ടലൊക്കെ ഉണ്ടാവും. ഈ നമ്മളെ സമൂഹഘടനയിൽ തെറ്റായ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അവര് തട്ടുകയൊക്കെ ചെയ്യും, പണമൊക്കെ വഴിയും തട്ടും. അങ്ങനെ ഒരു തട്ടിക്കൊണ്ടു പോയാൽ നടത്തിയാൽ അപ്പൊ തന്നെ BJPന്റെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ പോയി വെക്കോ? അങ്ങനെയാണ്. തട്ടിക്കൊണ്ടുപോയി പണം, ടെലിഫോൺ കോൾ പോണത് എവിടേക്കാ? BJPന്റെ സംസ്ഥാന അധ്യക്ഷന്. അതാ പണം പോയിട്ടാ. അതാണ് അദ്ദേഹത്തിന്റെ മകന്റെ നേരെ. പിന്നെ അവരെല്ലാം വരുന്നു. BJP നേതാക്കന്മാർ ഓടി പോവാണ്. പോണ്ടത് പോലീസല്ലേ, അവരെ പോയി പിടിക്കണ്ടേ? BJP നേതാക്കന്മാർ മുഴുവൻ അവിടേക്ക് ഓടിച്ചില്ല. അപ്പൊ തന്നെ കാര്യം വ്യക്തമല്ലോ, ഇവർക്ക് അതിലൊരു പങ്കുണ്ടെന്ന്. കേരള പോലീസ് ഒരു അന്വേഷണം നടത്തി. കേരള പോലീസ് അന്വേഷിച്ചിട്ട് കൊണ്ടുവന്ന തെളിവുകൾ നോക്കൂ. 2021 മാർച്ച് മാസം 5-ാം തീയതി മുതൽ 2021 ഏപ്രിൽ മാസം 5-ാം തീയതി വരെ ഈ സംസ്ഥാനത്ത് കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള വിവിധ BJP ഓഫീസുകളിൽ കൊണ്ടുപോയി കൊടുത്ത പണത്തിന്റെ അളവ്, തൂക്കം, കൊടുത്ത ആള്, വാങ്ങിയ ആള്, മുഴുവൻ രേഖയാണ്. ഈ എല്ലാ രേഖയും വെച്ചിട്ടാണ് 5-ാം തീയതി തിരുവനന്തപുരത്ത്, 6-ാം തീയതി തിരുവനന്തപുരത്ത് കണ്ണൂര്, 7-ാം തീയതി കോന്നിയില്, 8-ാം തീയതി ആലപ്പുഴയില്, 9-ാം തീയതി തൃശ്ശൂര്. കൃത്യല്ലേ? കൊടുത്ത തുക, കൊടുത്ത ആള്, വാങ്ങിയ BJPക്കാരൻ, അവരുടെയൊക്കെ പേര് വരിയായിട്ട് തയ്യാറാക്കി വെച്ചിരിക്കല്ലേ? വെറുതെ ഒരു അന്വേഷണമാണോ?
കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ലേ, കൊടുത്ത പണത്തിന്റെ പട്ടികയല്ലേ പുറത്തു വന്നിരിക്കുന്നത്, വ്യക്തല്ലേ? അപ്പോ പണം കൈമാറ്റം ചെയ്തു എന്നുള്ളത് വ്യക്തം, വഴിയിൽ തട്ടിക്കൊണ്ടുപോയതും വ്യക്തം. BJP-കാരൊക്കെ ഓടി നടക്കുകയാണ്, അതിന്റെ ഇത് ഒതുക്കാൻ നടക്കുകയാണ്. പിന്നെ ഞാൻ എല്ലാവർക്കും സംശയം ഉണ്ടെങ്കിൽ BJP-ന്റെ ഓഫീസ് സെക്രട്ടറി സതീഷ് മറ്റേ തിരൂര്, നമ്മളെ തൃശ്ശൂർക്കാരൻ, അദ്ദേഹത്തിന് യാതൊരു സംശയമില്ലാതെ പറഞ്ഞു, ഇതാ ഇത്ര പൈസ ഇവിടെ കെട്ടിവെച്ചു, ബാക്കി ഇത്ര തുക 3-3.5 കോടി റുപ്യ ഒരു ബിഗ് ഷോപ്പറിലാക്കിയിട്ട് BJP നേതാക്കന്മാർ കൊണ്ടുപോയി. ഞാൻ കണ്ടു. ഇത് പറയുന്നതാരാ? ആ ഓഫീസിലെ ഓഫീസ് സെക്രട്ടറി. ഒരു മര്യാദയ്ക്ക് നമ്മളെ ഇത്രയും സത്യം വെളിപ്പെടുത്തിയ ആളെ ഒന്ന് വിളിച്ച് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുക എന്നുള്ളൊരു സാമാന്യ മര്യാദ കുറ്റാന്വേഷണത്തിന്റെ ഭാഗമായി നടത്തിയിരുന്നെങ്കിൽ ഇവരൊരു മര്യാദക്കാരായിരുന്നു എന്ന് നമുക്ക് കരുതായിരുന്നു.